തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവി പരിശോധിക്കാൻ ഇടതുമുന്നണി. CPM CPI നേതൃയോഗങ്ങൾ നാളെ ചേരും. ചൊവ്വാഴ്ച ഇടതുമുന്നണി യോഗവും വിളിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഭരണതലത്തിൽ മാറ്റങ്ങൾ വേണമോ എന്നതും നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPI എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് യോഗങ്ങളുമാണ് നാളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചൊവ്വാഴ്ച ഇടതുമുന്നണി യോഗവും ചേരും. ഇടതു ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടായത് നേതൃയോഗങ്ങൾ പരിശോധിക്കും. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായതും തിരിച്ചടിയായി എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഭൂരിപക്ഷ വോട്ടുകളെയും UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുയർത്തി നടത്തിയ പ്രചാരണം ന്യൂനപക്ഷ വിഭാഗത്തെയും അകറ്റി. തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയതും തിരിച്ചടിയുടെ ആഴം വർദ്ധിപ്പിച്ചെന്നാണ് ചില നേതാക്കളുടെ വിലയിരുത്തൽ. ആശാസമരം പോലെ സാധാരണ ജനവിഭാഗത്തിന്റെ സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച നിഷേധാത്മക നിലപാടുകളിൽ പുനർവിചിന്തനം വേണമെന്ന് ചിന്തിക്കുന്നവരും പാർട്ടിയിലുണ്ട്. തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന നേതാക്കളുടെ പ്രസ്താവനയിൽ ഇക്കാര്യം വ്യക്തം. ഏതെങ്കിലും പരാജയം ചരിത്രത്തിന്റെ അവസാനമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനപക്ഷ രാഷ്ട്രീയം ആത്യന്തികമായി ജയിച്ചേ തീരൂ എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചു വരും. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചാരണ വിഷയമാക്കാൻ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിലിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഗുണം ചെയ്തില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും ഭരണം നഷ്ടമായതും ഇരു പാർട്ടികളും സഗൗരവം പരിശോധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ പരിശോധന എല്ലാ തലത്തിലും സൂക്ഷ്മതലത്തിൽ തന്നെ മുന്നണി നടത്തും, CPIM നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി നേതൃത്വം മാറ്റം നിർദ്ദേശിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.